വണക്കം. ഓരോ ദിവസം രാവിലെയും നമ്മുടെ മലയാളികൾ നേരം വെളുത്തെഴുന്നേൽക്കുന്നത് ഇന്നെങ്കിലും കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ, ഇന്നെങ്കിലും എന്നുള്ള ഒരു ചിന്തയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള മാധ്യമങ്ങളുടെ വെപ്രാളമൊക്കെ കണ്ടപ്പോൾ അമ്മച്ചിയാണ് ഞാൻ വിചാരിച്ചു ഇന്നെങ്കിലും നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന്. റിപ്പോർട്ടർ ചാനലാണെങ്കിൽ 5:30 രാഹുൽ ഗാന്ധി എത്തും. രാഹുൽ ഗാന്ധി എത്തി 5:30 യോഗം തുടങ്ങും. യോഗം തുടങ്ങി മിനിറ്റുകൾക്ക് ശേഷം മുഖ്യമന്ത്രി ഇപ്പം പ്രഖ്യാപിച്ചു കളയും മുഖ്യമന്ത്രി എന്ന് പറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടർ ചാനൽ 5:30 യോഗം തുടങ്ങാൻ 10 മിനിറ്റുള്ളപ്പോൾ സൈഡിൽ ടൈമറൊക്കെ ഇട്ട് വെച്ച് വാർത്ത വായിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. യവന്മാരുടെ വെപ്രാളം കണ്ടാൽ തോന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും വരാൻ പോകുന്നത് പിണറായി വിജയനാണെന്നും. കാരണം ഇവർ പിണറായി വിജയന് സപ്പോർട്ടായിരുന്നല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ പുട്ടിന് പീര പോലെ പിണറായി ആയിരുന്നു ശരി എന്ന് കേരളക്കാരെ എപ്പോഴെങ്കിലും മനസ്സിലാക്കും എന്നും പറയുന്നുണ്ട്. സൈഡിൽ നിന്ന് ജനം അപ്പം തന്നെ മോനെ എന്ന് വിളിക്കുന്നുമുണ്ട്. എന്ത് തന്നെയല്ലാലും വിഷയം അതൊന്നുമില്ല. KC ആണോ RC ആണോ VD ആണോ മുഖ്യമന്ത്രിയായി വരിക എന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. ചില ആൾക്കാർ VD സതീശൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റൊക്കെ എഴുതിയിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനം ഉടനുണ്ടാകും. കഴിഞ്ഞ ദിവസം VD സതീശൻ്റെ വീട്ടിൽ പ്രവർത്തകർ തടിച്ചുകൂടിയതും ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പരക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെയും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിലാണ്. സോണിയാഗാന്ധി ഇതൊന്നും കേൾക്കാൻ വയ്യാതെ ബോധം കെട്ട് വീണ് ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നുണ്ട്. പിന്നെ ഇതിൽ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത പുറത്തു വരുന്നത് VD സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ KC വേണുഗോപാലിനെ പിന്തുണച്ച എല്ലാ എണ്ണത്തിനെയും അങ്ങേരെടുത്ത് ഉടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം KC വേണുഗോപാലിനെ പിന്തുണച്ചതിൽ ആദ്യത്തെ പേര് പുറത്തു വന്നത് കഷ്ടകാലത്തിനാണോ എന്നറിഞ്ഞൂടാ, സന്ദീപ് വാര്യരുടെ പേരാണ് ആദ്യം വന്ന് കടന്നത്. അതുകൊണ്ട് തൃക്കരിപ്പൂരി കാല് കുത്തിയ ഇനി ആ കാല് തല്ലി ഒടിക്കും എന്നാണ് അവിടെയുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകർ പറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ VD സതീശന് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ലീഗാണ് VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്ന് കട്ടായം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്ന് പറയുന്നത് ഇവിടെയുള്ള MLA മാരാണ്. കാരണം KC ഭരിക്കാൻ കൊള്ളാം എന്ന് ഇവിടെയുള്ള MLA മാർ കൃത്യമായി മനസ്സിലാക്കുന്നു. അങ്ങനെ VD സതീശൻ വന്നു കഴിഞ്ഞാൽ KCയെ സപ്പോർട്ട് ചെയ്ത സകല MLA മാരെയും തൂക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഞാനൊരു സത്യം പറയാം. ഈ CPM-കാർ 5 കൊല്ലം തച്ചിനിൽ ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യം വെറും 5 ദിവസം കൊണ്ട് മുസ്ലിം ലീഗ് നടത്തി കാണിച്ചു കൊടുത്തു. അത് സംഭവം വേറൊന്നുമല്ല. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിനെ യവന്മാർ ഏറിലോട്ട് വിട്ടിരിക്കുകയാണ്. ഷാഫിക എന്നൊക്കെ പറഞ്ഞാൽ രക്തം തിളയ്ക്കുമായിരുന്നു. വടകരയിൽ നിന്ന് KK ശൈലജയെ 1.5 ലക്ഷം വോട്ടിന് തോപ്പിച്ച ഷാഫിക്കയെ ഇപ്പം മുസ്ലിം ലീഗ് പ്രവർത്തകർ അച്ചം പുച്ചം തെറി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം VD സതീശനോ KC വേണുഗോപാലോ RCയോ ഒന്നുമല്ല. അത് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ കടുംപിടുത്തമാണെന്നുള്ളതാണ്. കാരണം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് വിചാരിച്ച സ്ഥാനങ്ങൾ കിട്ടിയില്ലെങ്കിലോ VD സതീശനാകുമ്പോൾ കുഴപ്പമില്ല. VD സതീശൻ ഓൾറെഡി അവരുടെ അടിമയാണ് എന്നൊരു ടോക്ക് ഇപ്പം തന്നെ പല ഭാഗത്തും ഉണ്ട്. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭയാനകരമായിട്ടുള്ളൊരു കൈകടത്തൽ ഈ ഭരണത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഭരണത്തിൽ ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി പോലും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അതിഭയാനകരമായിട്ടുള്ളൊരു വേർഷനാണ്. ഇവരെ എതിർത്ത് കഴിഞ്ഞാൽ ഇവർ പല്ലും നഖവും ഉപയോഗിച്ച് നമ്മൾ ആക്രമിക്കും. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലും ആക്രമിക്കും, കയ്യിൽ കിട്ടിയാൽ കായികമായിട്ടും നമ്മളെ ആക്രമിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള കേരളത്തിലെ മതേതര ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. യഥാർത്ഥത്തിൽ അവരുടെ ഒരു ഭരണശൈലി എന്ന് പറയുന്നത് നിങ്ങൾ ഈ പല ഈ ഇസ്ലാമിക രാജ്യങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ ഭരണമല്ല നടക്കുന്നത്, യുദ്ധമാണ് നടക്കുന്നത്. ഈ യുദ്ധത്തിലൂടെയാണ് അവർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം നടത്തും, ഒരു രാജാവിനെ കൊല്ലും, അടുത്തവൻ കയറും, നാട് മുടിക്കും, അവനെ കൊന്ന് വേറവൻ കയറും, നാട് മുടിക്കും, അതിൻ്റെ ഇടയിൽ അമേരിക്ക വന്ന് 10 ബോംബിടും, നാട് മുടിക്കും. ഇങ്ങനെയുള്ള അതിഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വളരെ ലൈറ്ററായിട്ടുള്ള വേർഷൻ, ഈ 100%-ൽ 1% എന്നൊക്കെ പറയും, അതിൻ്റെ വളരെ ലൈറ്ററായിട്ടുള്ള വേർഷൻ അതാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ തെരുവിലിറങ്ങി ഇവർ സെറ്റപ്പ് നടത്തിയത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ KCയുടെ മനസ്സിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം ലീഗിന് 22 സീറ്റുണ്ട്. ടോട്ടൽ 102 സീറ്റാണ് ആർക്കുള്ളത്? UDF-നുള്ളത്. അതിൽ നിന്ന് മുസ്ലിം ലീഗിനെ പറിച്ച് അപ്പുറത്തോട്ട് നിർത്തിയാലും ഒരു ഈർക്കിലി പാർട്ടിയായി മുസ്ലിം ലീഗ് അപ്പുറത്ത് നിൽക്കും. കാരണം അതില്ലാതെയും ഭരിക്കാനുള്ള ഭൂരിപക്ഷം അവർക്കുണ്ട് എന്നുള്ളതാണ്, UDF-നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ UDF അങ്ങനെ ചെയ്യില്ല. പക്ഷേ വിദൂരതയിലെങ്കിലും ഒരു ചിന്ത മുസ്ലിം ലീഗിന് ഇത്തവണ വലിയ പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിന് വലിയ ക്ഷീണമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. KC വന്നു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും ഭരണം നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മൗദൂദി
അറിയാമല്ലോ, മീഡിയ ഫണ്ട് അടക്കമുള്ള ചാനലുകൾ വി ഡിക്ക് കട്ട സപ്പോർട്ടാണ്. കാരണം വി ഡി പറഞ്ഞിട്ടുണ്ടല്ലോ, ഭൂമി ഉരുണ്ടതാണെന്ന് പ്രവാചകൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അത് പ്രവാചകൻ പറഞ്ഞ ശേഷമാണ് സയൻസ് പോലും കണ്ടുപിടിച്ചത് എന്നുള്ള സംഭവം നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് അത് സപ്പോർട്ട്, അതായത് നമ്മുടെ മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, അതുകൊണ്ട് നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾ അപ്പുറത്ത് നിന്നപ്പോൾ ആരായിരുന്നു സപ്പോർട്ട് ചെയ്യുന്നത്? നമ്മൾ അപ്പുറത്ത് നിന്നപ്പോൾ ഷംസീറിനെ സപ്പോർട്ട് ചെയ്യില്ല. അതെന്താ? ഷംസീർ അപ്പുറത്തെ മതത്തിനെ കുറ്റം പറയുമായിരുന്നു, ഹിന്ദുക്കളെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമല്ലോ, മിത്താണെന്നൊക്കെ പറഞ്ഞെടുക്കണം. അതുകൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള നമ്മുടെ ഗോവിന്ദൻ മാഷിൻ്റെ ഭാഷയെ പറഞ്ഞാൽ കാളകൂട വിഷങ്ങളാണ് ഇവന്മാരെന്ന് പറയുന്നത്. എന്തായിരുന്നാലും നമ്മുടെ ഷാഫി പറമ്പിലിന് നല്ല 20 പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഷാഫി പറമ്പിലിനെ അച്ചം പുച്ചം തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷാഫിയുടെ അനുയായികളെന്ന് പറയുന്നത്. എടാ ഷാഫി, അയ്യോ ഇത് ഞാൻ പറഞ്ഞല്ല, അണികൾ പറയുന്നതാണ്. ജനഹിതം മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ, ഗ്രൂപ്പിൻ്റെ വക്താവായി മാറിയാൽ ഷാഫി നീ ദുഃഖിക്കേണ്ടി വരും. ഷാഫി നീ കോൺഗ്രസിൻ്റെ കാലനാകരുത്. കെ സിക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ നീ വഞ്ചിച്ചല്ലോ എന്നൊക്കെയാണ് ഉമ്മാരി പറയുന്നത്. ഇപ്പോൾ വീഡിയോ ക്രൂശിക്കാൻ ഇറങ്ങുന്ന താങ്കളെയും ജനം പൊട്ടിച്ച് വീട്ടിലിരുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. കെ സിയെ താങ്ങാനാണ് തീരുമാനമെങ്കിൽ ഈ നാടും നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും ഇനിയും ഇവിടെ ഉണ്ടാകും എന്ന് ഓർക്കുക. യഥാർത്ഥത്തിൽ ഇതൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കമൻറ്റുകളാണെന്നുള്ളതാണ്. നിഷ്പക്ഷനായിട്ടുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകൻ ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ എന്താണ്? കോൺഗ്രസ് പ്രവർത്തകരെല്ലാം വി ഡി ആയാലും കെ സി ആയാലും രമേശ് ചെന്നിത്തലയായിരുന്നാലും അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് പണ്ട് ഉമ്മൻചാണ്ടി പറയുമ്പോൾ ഹൈക്കമാൻഡ് പറയുന്നതിനപ്പുറം ഒന്നുമില്ല എന്ന് ഉമ്മൻചാണ്ടി പറയും. ഇന്ന് ഹൈക്കമാൻഡ് പറയുന്നതിനപ്പുറം ഇവന്മാർ ഹൈക്കമാൻഡിൻ്റെ തലയിൽ കയറിയിരിക്കുകയാണ്. അതായത് ഹൈക്കമാൻഡിനൊന്നും ഒരു നിലയില്ലാത്ത സാഹചര്യം ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അച്ചടക്കമുള്ള കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കും. അതിൻ്റെ ഇടയിൽ മുസ്ലിം ലീഗ് കയറി യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിനെയൊക്കെ എടുത്ത് തോട്ടിക്കളഞ്ഞ് വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണം എന്ന വാശി ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കെ സി വന്നാൽ വി ഡി സതീശനെക്കാട്ടിലും മികച്ചൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അങ്ങനെ കെ സിക്ക് കഴിയില്ല. കാരണം കെ സി വേണുഗോപാൽ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ അല്ല ഇരിക്കാൻ പോകുന്നത്, അത് വി ഡി സതീശനാണ്. ഇനി എൽ ഡി എഫിന് പ്രതിപക്ഷ നേതാവിനെ തപ്പാൻ വേറൊരിടത്തും പോകണ്ട. കാരണം ഭരണപക്ഷത്ത് തന്നെ പ്രതിപക്ഷമുണ്ട് ഭരണപക്ഷമുണ്ട്, രണ്ടും അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും. ആദ്യം കെ സി വന്നാൽ കെ സിയെ മത്സരത്തിൽ, അതായത് കെ സി പിന്നെ തെരഞ്ഞെടുപ്പിൽ നിൽക്കണമല്ലോ, ഇരിക്കൂരിലാണ് നിൽക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അവിടെ പൊട്ടിക്കാനായിരിക്കും വി ഡി സതീശൻ ശ്രമിക്കുന്നത്. അങ്ങനെ 5 കൊല്ലം ഭരണമായിരിക്കില്ല നടക്കുന്നത്, കടിയും പിടിയും അടിയായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ശരി.